ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികൾ, സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അർഹമുറാഹിമീനായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കട എന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ മുത്തഖികളുടെ കൂട്ടത്തിൽ നമുക്കേവർക്കും ഇടം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാനിൽ ജീവിക്കാനുള്ള തൗഫീഖും ആ റമളാൻ കൊണ്ട് മുൻഗാമികളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തുമൊക്കെ എത്രയാണോ അതുകൊണ്ട് നേട്ടങ്ങൾ കരസ്ഥമാക്കിയത്, അതുപോലെ നേട്ടങ്ങൾ കരസ്ഥമാക്കാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ കുടുംബത്തിനുമെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അത് അറിഞ്ഞു മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. കാരണം ഇത് ദീനിൻ്റെ കർമ്മങ്ങളാണ്. ദുനിയാവിൻ്റെ ഏത് കാര്യവും അത് ശരിയാവണ്ണം അറിയാനും മനസ്സിലാക്കാനും തെറ്റില്ലാതിരിക്കാനും നമ്മളൊക്കെ ഏറെ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ അതിനേക്കാൾ വലിയ ദുരന്തമായിരിക്കും അറിയാതെ ദീനിൻ്റെ കർമ്മങ്ങൾ കേട്ടുകളിയുടെ അടിസ്ഥാനത്തിൽ ആരൊക്കെയോ പറയുന്നു, സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നു, അങ്ങനെ ഒരു ഹദീസ് ഉണ്ടല്ലോ എന്നൊക്കെയുള്ള അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടം വളരെ വലുതാണ് എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരുടെ കൂട്ടത്തിൽ തലക്ക് മുറിവേറ്റ ഒരു സഹാബിയുടെ, അയാൾക്ക് ജനാപത്തുകാരനായി, അയാൾക്ക് തല നനക്കാൻ, ശരീരം നനക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. അയാൾ തയമം ചെയ്താൽ മതി. പക്ഷെ കൂടെയുള്ള ആളുകൾ പറഞ്ഞു കൊടുത്തു, പറ്റൂല, നിനക്ക് തയമം പറ്റൂല, കുളിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ കുളിക്കുകയും അയാൾ മരണപ്പെടുകയും ചെയ്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖതലൂഹു ഖതലഹുമുല്ലാഹ്, അവർ അദ്ദേഹത്തെ കൊന്നു. കാരണം അറിയാതെ ദീനിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, അവർ അത് ചെയ്തു, അതിനനുസരിച്ച് ആ മനുഷ്യൻ കുളിക്കുകയും ചെയ്തു. അതുകൊണ്ട് അവർ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. അള്ളാഹു അവരെ ശപിക്കട്ടെ. അലാ സഅലു ഇദ് ലം യഅലമു ഫഇന്നമാ ശിഫാഉൽ ഇയ്യി അസ്സുആൽ. അവർക്കറിയില്ലെങ്കിൽ അറിയുന്നവരോട് ചോദിച്ചുകൂടായിരുന്നു. വിവരമില്ലായ്മയുടെ ജഹാലത്തിൻ്റെ അതിൻ്റെ ശിഫ, അതിൻ്റെ രോഗശമനം എന്നുള്ളത് അതൊരു രോഗമാണ്. വിവരമില്ലായ്മ എന്നുള്ളത് അത് ചോദിച്ച് പഠിക്കലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ സഹോദരന്മാരെ, നോമ്പ് അനുഷ്ഠിക്കേണ്ടത്, ദീനിൻ്റെ കർമ്മങ്ങൾ ചെയ്യേണ്ടത്, നിസ്കരിക്കേണ്ടത്, ഹജ്ജ് ചെയ്യേണ്ടത് ഒക്കെ റസൂലുള്ള പഠിപ്പിച്ച പോലെയാണ്. റസൂലുള്ള ഹജ്ജിൻ്റെ കർമ്മങ്ങളെല്ലാം കാണിച്ചു കൊടുത്തിട്ട് റസൂലുള്ള പറഞ്ഞു, ഖുദൂ അന്നീ മനാസികക്കും, ഹജ്ജിൻ്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് നിങ്ങൾ പിടിച്ചെടുക്കണം. സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നുവോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കണം എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം പഠിപ്പിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സഹോദരന്മാരെ, പരിശുദ്ധ റമളാൻ, ഈ പരിശുദ്ധ റമളാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിധികളും വിലക്കുകളും നമ്മൾ മനസ്സിലാക്കണം. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത്, ആർക്കാണ് നോമ്പ് നിർബന്ധമായിട്ടുള്ളത്, ആരൊക്കെയാണ് നോമ്പ് അനുഷ്ഠിക്കേണ്ടത്? ഒരു മുസ്ലിമായ, അതേപോലെ തന്നെ ബുദ്ധി ഉള്ള, വകതിരിവെത്തിയ, ആരോഗ്യമുള്ള, പ്രായപൂർത്തിയായ, യാത്രയിലല്ലാത്ത ഒരു മനുഷ്യൻ നോമ്പ് അനുഷ്ഠിക്കണം. അതേപോലെ തന്നെ സ്ത്രീ ആണെങ്കിലും നോമ്പ് അനുഷ്ഠിക്കണം. അവൾക്ക് നമസ്കാരവും നോമ്പും പറ്റാത്ത, പ്രസവരക്തമോ ആർത്തവരക്തമോ ഇല്ലാത്ത അവസ്ഥയിലാണെങ്കിലും അവളും നോമ്പ് അനുഷ്ഠിക്കണം. വേറെ ഒരാൾക്കും നോമ്പ് ഒഴിവാക്കാൻ പറ്റുന്നതല്ല എന്നർത്ഥം. ഒരു സ്ത്രീ ഗർഭിണിയാണെങ്കിലും അതേപോലെ തന്നെ മുലയൂട്ടുന്നവളാണെങ്കിലും നോമ്പനുഷ്ഠിക്കൽ നിർബന്ധമാണ്. ഞാൻ ഗർഭിണിയാണല്ലോ എന്ന് വിചാരിച്ച് നോമ്പ് ഒഴിവാക്കാൻ പറ്റില്ല. മുലയൂട്ടുന്നവളാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നോമ്പ് ഒഴിവാക്കാൻ വകുപ്പില്ല. എന്നാൽ അവളുടെ നോമ്പെടുക്കൽ കൊണ്ട് അവളുടെ തടിക്കോ കുഞ്ഞിനോ ഒക്കെ പ്രയാസമുണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർമാർ പറയുകയാണ് നോമ്പെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവൾ നോമ്പെടുക്കാൻ പാടില്ല. അല്ലാതെ നമ്മളങ്ങ് തീരുമാനിക്കുക എന്ത്? പരിശുദ്ധ റമളാനിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം നോമ്പാണ്.
എന്നിട്ട് നമ്മളങ്ങ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അവൾക്ക് വലിയ ക്ഷീണമുണ്ട്, അതുകൊണ്ട് വലിയ പ്രയാസം ഉണ്ടാകുന്നവർക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് വലിയ പ്രയാസമുണ്ട്, ക്ഷീണമുണ്ട്, ശരീരത്തെ ബാധിക്കും എന്നുണ്ടെങ്കിൽ നോമ്പ് ഒഴിവാക്കാം, അതിൽ സംശയമില്ല. അല്ലാതെ ക്ഷീണവുമില്ല, പ്രയാസവുമില്ല, ഗർഭിണികളെല്ലാം നോമ്പ് ഒഴിവാക്കാം, മുലയൂട്ടുന്നവരെല്ലാം നോമ്പ് ഒഴിവാക്കാം എന്നൊരു നിയമം ഇസ്ലാമിലില്ല. അത് നമ്മൾ അറിയേണ്ടതുണ്ട്. ചില ആളുകൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അതുപോലെ തന്നെ നോമ്പെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വംത്ത്, അതേപോലെ തന്നെ ഇംസാഖ് എന്നാണ്. അടക്കി വെക്കൽ, പിടിച്ചു വെക്കൽ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തൊക്കെ നമ്മൾ പിടിച്ചു വെക്കണം? നോമ്പിനെ മുറിക്കുന്ന എല്ലാം പിടിച്ചു വെക്കണം. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നോമ്പിനെ മുറിക്കുന്ന അന്നപാനീയങ്ങളും അതേപോലെ തന്നെ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടലും ഒക്കെ ആണല്ലോ എന്ന് മാത്രം നമ്മളെ മനസ്സിലേക്ക് വരേണ്ടതില്ല. നോമ്പിനെ മുറിക്കുന്ന എന്തെല്ലാം ഉണ്ടോ, തൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്തത്, തൻ്റെ നാവ് കൊണ്ട് പറയാൻ പാടില്ലാത്തത്, അതുപോലെ തൻ്റെ കാതുകൊണ്ട് കേൾക്കാൻ പാടില്ലാത്തത്, ഇതൊക്കെ മനുഷ്യൻ്റെ നോമ്പിനെ മുറിക്കും. അതൊക്കെ പിടിച്ചു വെക്കണം എന്നർത്ഥം. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ നമ്മളൊന്ന് നിയന്ത്രിക്കണം. പട്ടിണി കിടന്ന് ശവ്വാലിലും അതേപോലെ മറ്റുള്ള മാസങ്ങളിലും സോഷ്യൽ മീഡിയ റീൽസുകളും തോന്നിവാസങ്ങളും ഹറാമുകളും മ്യൂസിക്കും കാണുന്ന പോലെ തന്നെ റമദാനിലും നോമ്പനുഷ്ഠിച്ചതിന് ശേഷം ഇതുപോലെ കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് പട്ടിണിയായി മാറും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എത്ര നോമ്പുകാരാണ്, അവരുടെ നോമ്പിൽ പട്ടിണിയല്ലാതെ മറ്റൊന്നുമില്ല. ആ ഒരു അപജയം പ്രിയമുള്ളവരെ നമുക്ക് സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ വിട്ടു നിൽക്കണം. പണ്ഡിതന്മാർ പറയാറുണ്ട്, ഹലാലായ പ്രവർത്തനങ്ങൾ പോലും ഒഴിവാക്കുക. റമദാനിൻ്റെ രാപ്പകലുകളുടെ ശ്രേഷ്ഠത വിശദീകരിച്ചപ്പോൾ ഹലാലായ കർമ്മങ്ങൾ പോലും ഒഴിവാക്കുക. ഒരു മിനിറ്റ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇബാദത്താക്കുക. റമദാൻ വന്നാൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, എന്താ ഈ ഹലാലായ കർമ്മങ്ങൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ? ഒരാൾ കിടന്നുറങ്ങുക എന്ന് പറഞ്ഞാൽ ഹലാലായ കാര്യമാണ്. ഹലാലായ കാര്യം. ക്ഷീണമുണ്ടെങ്കിൽ കിടന്നുറങ്ങാം. പക്ഷെ റമദാനല്ലേ, വെറുതെ കിടന്നുറങ്ങുന്നു. ജോലിയില്ല, അല്ലെങ്കിൽ സ്കൂളുകളിലേക്കോ കോളേജിലേക്കോ പോകേണ്ട ആവശ്യമില്ല, സുബഹി നിസ്കരിച്ചിട്ട് 12 മണി വരെ കിടന്നുറങ്ങാം. അതൊരു കുറ്റം കിട്ടുന്ന കാര്യമല്ല. പക്ഷെ അതിനുള്ളതല്ല. ഒരാവശ്യമില്ലാത്ത ഒരാളോട് സംസാരിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ സംസാരിച്ച് വെറുതെ സമയം കളയെന്ന് പറഞ്ഞാൽ കുറ്റകരമായ കാര്യമാണ്. അതും ഹലാലായ കാര്യങ്ങൾ തന്നെ വെറുതെ അതിൽ ഇരുന്ന് കൂടി റമദാനിൻ്റെ സമയം രാവും പകലും അങ്ങനെ കളയാനുള്ളതല്ല. നമുക്ക് പ്രത്യേകിച്ചൊരു വാട്സപ്പിലെ എല്ലാ ഗ്രൂപ്പും നോക്കുക, എന്നിട്ട് ഒരുപാട് സമയം നമ്മൾ കളയുന്നു. അത് ഈ പറയപ്പെട്ട രീതിയിൽ നമ്മൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും പ്രത്യക്ഷത്തിൽ ഹറാമല്ലാത്തത് ഹലാലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അതുപോലും ഒഴിവാക്കണം. കാരണം ആ സമയത്ത് ഒരു പേജ് ഓതിയിട്ടുണ്ടെങ്കിൽ, ഒരു വരി ഓതിയിട്ടുണ്ടെങ്കിൽ, അലിഫ്ലാം മീം എന്നുള്ളതിന് 30 കൂലിയുണ്ടെങ്കിൽ, ഒരു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതിയാൽ എത്ര കൂലിയായി? ഒരു സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ടില്ലെങ്കിൽ എത്ര കൂലിയായി? അതിൽ എത്ര ആൽഫബറ്റ്സുകൾ ഉണ്ടാവും പ്രിയപ്പെട്ടവരെ? അതാണ് റമദാനിൻ്റെ രാപ്പകലുകൾ എന്ന് പറഞ്ഞാൽ അതിനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹലാലായിട്ടുള്ള കാര്യങ്ങൾ പോലും നമുക്ക് ഒഴിവാക്കി അത് ഇബാദത്തിലേക്ക് അതിനെ മാറ്റി സ്ഥാപിക്കാൻ സാധിക്കുമെങ്കിൽ അവനാണ് ബുദ്ധിമാൻ. കാരണം റമദാൻ എന്ന് പറഞ്ഞാൽ അതിനുള്ളതാണ്, വെറുതെ കളയാനുള്ളതല്ല. നമ്മളോട് ഒരാൾ പറയുകയാണ്, ഒരു വലിയ കൊട്ടാരം, ആ കൊട്ടാരത്തിൽ രത്നവും പവിഴങ്ങളും മുത്തും എല്ലാം ഉണ്ട്, ഇഷ്ടം പോലെ ആർക്കും എടുക്കാം. ഒരു 30 കൊട്ട നമ്മളെ കയ്യിൽ തന്നിട്ട് ഈ കൊട്ടയിലേക്ക് നിങ്ങൾക്ക് പറ്റുന്നത്ര നിറച്ചോളൂ എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ വാരിക്കൂട്ടുന്നു. കുറേ ആളുകൾ മുത്തുകളും രത്നങ്ങളും അതേപോലെ തന്നെ പവിയങ്ങളും വിലപിടിപ്പുള്ള വൈരൂഢ്യങ്ങളും എല്ലാം ശേഖരിക്കുന്ന തിരക്കിലാണ്. എന്നാൽ വേറെ കുറച്ച് ആൾക്കാർ അവിടെ ഇങ്ങനെ കയറി നടന്ന് കുറേ കിടന്നുറങ്ങി കുറേ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോരാണെങ്കിൽ അവൻ്റെ അവസ്ഥ എന്താ? ആ ഒരു അവസ്ഥയാണ് ഇപ്പം നമുക്ക് വരാനിരിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. 30 ദിവസം 29 ദിവസമാണ് അള്ളാഹ് തരുന്നതെങ്കിൽ പോലും അത് 30 ദിവസത്തിൻ്റെ കൂലിയാണ് റബ്ബ് തരുന്നത്. മാസം ചിലപ്പോൾ 29 കിട്ടുള്ളൂ. 30 ദിവസം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ട് എന്നിട്ട് പരമാവധി നിങ്ങൾ വാരിക്കൂട്ടിക്കൊള്ളൂ. അതിന് നിങ്ങളെ ഇബാദത്തിൽ നിന്ന് തടുക്കുന്ന എല്ലാ കാര്യങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല തടുത്തു വെച്ചു. ശൈത്താനാണോ? പിടിച്ചു കെട്ടിയിട്ടുണ്ട്. എല്ലാവിധ സാഹചര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ട് എന്നിട്ടും റമദാനിൽ അവൻ്റെ പാപം പൊറുക്കപ്പെടാതെ, റമദാനിൽ അവന് കിട്ടേണ്ടത് കിട്ടാതെ അവൻ ശപിക്കപ്പെടേണ്ടവനാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശാപപ്രാർത്ഥനയ്ക്ക്, ജിബ്രീലിൻ്റെ ശാപപ്രാർത്ഥനയ്ക്ക് ആമീൻ പറഞ്ഞത്. അതുകൊണ്ട് ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ നോമ്പിനെ മുറിക്കുന്ന ഒരു പ്രവർത്തനവും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല.
മറ്റൊരു കാര്യം, നോമ്പിൻ്റെ സുന്നത്തുകൾ പ്രിയമുള്ളവരെ നമ്മൾ എടുക്കണം. നോമ്പിന് നിയ്യത്ത് വേണം. ഏത് ഇബാദത്തിന് നിയ്യത്ത് വേണം. നോമ്പിന് മാത്രമല്ല നിയ്യത്ത്, ഏത് ഇബാദത്തിനും. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവaa വമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത് ഹിജ്റതുഹു ഇലാ ദുനിയാ യുസീബുഹാ അവ ഇംറഅതിൻ യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എല്ലാ ഹദീസ് പണ്ഡിതന്മാരും ഒന്നാമത്തെ ഹദീസ് ആയിക്കൊണ്ട് അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ ഹദീസാണ് നിയ്യത്തിൻ്റെ ഹദീസ്. എല്ലാ കർമ്മങ്ങളും നിയ്യത്തനുസരിച്ചാണ്. നിയ്യത്തിനാണ് കൂലി. കഴിഞ്ഞ ഖുത്ബകളിൽ നമ്മൾ പറയുകയുണ്ടായി, ഒരാൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നിയ്യത്തിന് കൂലിയുണ്ട്. ഒരു മനുഷ്യൻ എന്താണോ ചിന്തിച്ചത് അതിനനുസരിച്ചാണ് കൂലി. എന്നിട്ട് ദീനുൽ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്ത് അല്ലാഹ് പറഞ്ഞു, ഹിജ്റ പോവുക എന്നുള്ളത്. ജനിച്ച നാടും വീടും വിട്ട് അള്ളാഹുവിൻ്റെ ദീന് സംരക്ഷിക്കാൻ വേണ്ടി മറ്റൊരു നാട്ടിലേക്ക് പോവുക. ചിലപ്പോൾ ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ എല്ലാം ഒഴിവാക്കേണ്ടി വരും. താൻ സമ്പാദിച്ച് തൻ്റെ വീടും കുടുംബവും സമ്പത്തെല്ലാം ഒഴിവാക്കേണ്ടി വരും. കാരണം സംരക്ഷിക്കേണ്ടത് ദീനാണ്. ദീനിനാണ് മുന്തിയ പരിഗണന കൊടുക്കേണ്ടത്. അങ്ങനെയാണല്ലോ സഹാബത്ത് മക്കയിൽ നിന്നും മദീനയിലേക്കും അതേപോലെ തന്നെ പിന്നെ അബസീനയിലൊക്കെ ഹിജ്റ പോയത്, പലായനം ചെയ്തത്. അതാണ് ഏറ്റവും വലിയൊരു ഇബാദത്താണത്. ഇത് പോകുന്ന സമയത്ത് എല്ലാവരും പോകുന്നുണ്ട് മദീനത്തേക്ക്. എല്ലാവരും മദീനത്തേക്ക് പോകുന്നുണ്ട്. എല്ലാവരുടെയും കൽബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിറവേറ്റി ദീന് സംരക്ഷിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഒരാളുടെ കൽബിൽ നമ്മൾ വിചാരിക്കാം, ഒരാളുടെ കൽബിൽ ഉദ്ദേശം എന്താണ്? പോകുന്നത് മറ്റുള്ളവർ പോകുന്ന പോലെ തന്നെയാണ് പോകുന്നത്. പക്ഷെ ഒരാളുടെ കൽബിൽ എന്താ? അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്താണ്? ഇലാ ദുനിയാ യുസീബുഹാ, ദുനിയാവിൻ്റെ എന്തെങ്കിലും ലക്ഷ്യമാണ്. മദീനത്ത് ചെന്ന ബിസിനസ്സിന് നല്ല സ്കോപ്പുണ്ട്, മദീനത്ത് ജീവിക്കണമെങ്കിൽ ഇന്ന മെച്ചമുണ്ട്, അവിംറഅതിൻ യൻകിഹുഹാ, അല്ലെങ്കിൽ നല്ലൊരു സുന്ദരിയായ പെണ്ണിനെ കല്യാണം കഴിക്കാം എന്നാണോ? പോക്കെല്ലാവരും ഹിജ്റ തന്നെയാണ്. എല്ലാവരും ഒരേ പോക്കാണ്. അപ്പോൾ ഈ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് പോകുന്ന ആളുകൾക്ക് അത് കിട്ടും, മറ്റവനക്ക് അത് കിട്ടിയാൽ കിട്ടും, പരലോകം ഏതായാലും കിട്ടൂല. അപ്പം നിസ്കരിക്കുന്ന ഒരേ സഫിൽ നിസ്കരിക്കുന്ന ആളുകൾ, അള്ളാഹു കാണാൻ വേണ്ടി നിസ്കരിക്കുന്ന ആളുകളുണ്ട്, മനുഷ്യന്മാർ കാണാൻ വേണ്ടി നിസ്കരിക്കുന്ന ആളുകളുണ്ട്. ഈമാനിൻ്റെ നിയ്യത്തിൻ്റെ ഏറ്റക്കുറച്ചിലിനനുസരിച്ച കൂലി. അതുകൊണ്ട് തന്നെ ഏത് അമലും പ്രിയമുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ പ്രീതി കിട്ടണമെന്ന നിയ്യത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊടുക്കുമ്പോൾ നാട്ടേര് കാണണം, നാട്ടേര് പറയണം, ഫ്ലെക്സിൽ വരണം, പത്രത്തിൽ വരണം, വെണ്ടക്ക നിരത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുമുണ്ട്. ഇതാരും അറിയേണ്ട, എൻ്റെ പ്രിയപ്പെട്ട റബ്ബ് അറിഞ്ഞ് എനിക്ക് പരലോകത്ത് കൂലി കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ നിയ്യത്തിനനുസരിച്ചാണ്. പക്ഷേ റമദാനിൻ്റെ നിയ്യത്തിന് ചില ആളുകൾ ചില ഡെക്കറേഷൻ വർക്കുകൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരം. റമദാനിൻ്റെ നിയ്യത്ത് മാത്രം എടുത്തു പറയുകയാണ്. നവൈത്തു സൗമഗദിൻ അന്നദായി ഫർദ് റമദാന എന്ന് തുടങ്ങി, എന്നിട്ടത് മലയാളത്തിൽ ആവർത്തിക്കുന്നു. അങ്ങനെ ഒരു നിയ്യത്ത് വെക്കൽ റസൂലോ സഹാബത്തോ പഠിപ്പിച്ചിട്ടില്ല. നമ്മളെ മനസ്സിലാണ് നിയ്യത്തുള്ളത്. നാവ് കൊണ്ട് ഉച്ചരിക്കുന്ന ഒരു നിയ്യത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. എന്തിനാണ് പിന്നെ അത്താഴത്തിന് എണീക്കുന്നത്? നോമ്പനുഷ്ഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നമസ്കാരത്തിനും നിയ്യത്ത് ചൊല്ലി പറയുന്ന ആളുകളെ കാണാൻ സാധിക്കും നമുക്ക്. അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് 4 റക്അത്ത് ഫർളായത് നിസ്കരിക്കുന്നു. എന്തിനാണ് ഒളു എടുത്തു വന്നത്? ളുഹർ നിസ്കരിക്കാനാണ്. അവൻ്റെ മനസ്സിൽ അതുണ്ടോ? അതുണ്ടെങ്കിൽ അത് നിയ്യത്തായി, അത് ചൊല്ലി പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചില ഇബാദത്തുകളൊക്കെ ചൊല്ലി പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പഠിപ്പിക്കാത്ത രീതിയിൽ ഈ പിന്നെ നിയ്യത്തെന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ചെയ്യേണ്ട അതിൻ്റെ ഷർത്തായിട്ടുള്ള വാജിബായിട്ടുള്ള കാര്യം ചെയ്യുന്ന ആളുകളെ നമുക്ക് പലരെയും കാണാൻ സാധിക്കും. അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അറിഞ്ഞു മനസ്സിലാക്കി ചെയ്യണം. ഏത് ഇബാദത്തും അറിഞ്ഞു മനസ്സിലാക്കി ചെയ്യണം. എങ്ങനെയെങ്കിലും ആരെങ്കിലും നാട്ടിൽ ചെയ്യുന്നുണ്ടല്ലോ, ഞങ്ങൾ പണ്ടക്കും അങ്ങനെയാണല്ലോ ചെയ്തത് എന്നുള്ളതല്ല. പണ്ടക്കും എങ്ങനെ ചെയ്തു? കിതാബിൽ എന്തുണ്ട്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചോ, വിശുദ്ധ ഖുർആനിലുണ്ടോ, അതാ കവറിൽ ചോദിക്കുക. അതാണ് പരലോകത്തിൽ. അവിടെ പരലോകത്ത് വിചാരണ കോടതിയിൽ ഇത് വെച്ചിട്ടാണ്, ഈ 2 നിയമപുസ്തകം വെച്ചിട്ടാണ് വിചാരണ. നാട്ടേര് പറഞ്ഞോ പാളക്കിതാബിലുണ്ടോ മാലക്കിതാബിലുണ്ടോ എന്നുള്ളതല്ല പ്രിയമുള്ളവരെ നോട്ടം. നമുക്കത് പറയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ നിയ്യത്തിൻ്റെ മഹല്ല് കൽബാണ്. കൽബിൽ ഉദ്ദേശമുണ്ടോ അത് നിയ്യത്തായി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ നോമ്പ് എടുക്കുന്ന സമയത്ത് നോമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്താണ് അത്താഴം കഴിക്കുക എന്നുള്ളത്. ചില ആളുകളെങ്കിലും അത്താഴത്തിന് എണീക്കൂല, എണീച്ചാൽ തന്നെ കഴിക്കൂല, എനിക്കപ്പം തിന്നാൻ പോവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്താഴത്തിൽ ബറക്കത്തുണ്ട്. ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആളുകൾ കുറച്ച് വെള്ളമെങ്കിലും ഈത്തപ്പഴെങ്കിലും കഴിച്ചിട്ട് ആ സുന്നത്ത് എടുക്കണം. അത്താഴത്തിൽ ഫഇന്ന ഫിസ് സഹൂരി ബറക്ക.
അല്ലാതെ എന്നെ അത്താഴത്തിന് വിളിക്കണ്ട, ഞാൻ ഇശായിന് നല്ല കഴിച്ചിട്ടുണ്ട്, തറാവിന് ശേഷം കഴിച്ചതാണ്, കഴിച്ച് കിടക്കുകയാണ് എന്ന് പറഞ്ഞ് സുബീക്ക് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു കിടക്കുന്നത് നോമ്പിൻ്റെ സുന്നത്ത് പരിപൂർണമായി എടുത്ത് ആ ബറക്കത്ത് എടുക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനല്ല. അത് ശരിയല്ല. സുന്നത്തുകൾ പരിപൂർണമായി എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ബറക്കത്തുണ്ടെന്ന് റസൂലുള്ള പറഞ്ഞാൽ ആ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ട്, അതിന് കൂലിയുണ്ട്. അത് നമ്മുടെ ശരീരത്തിലെ രോഗങ്ങൾ ഒരു പക്ഷേ ഇല്ലാതാക്കും. കാരണം അള്ളാഹുവിൻ്റെ ബറക്കത്താണ് അവിടെ ഇറങ്ങുന്നത്. അപ്പം ചോറ് കഴിക്കാനോ ചപ്പാത്തി കഴിക്കാനോ മറ്റുള്ള ഭക്ഷണം കഴിക്കാനോ ഒരാൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ആ സുന്നത്തെടുക്കാനെങ്കിലും, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സുന്നത്തെടുക്കാനെങ്കിലും നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ സഹോദരന്മാരെ, നോമ്പ് തുറക്കാനും അത്താഴം കഴിക്കാനും റസൂലുള്ള പഠിപ്പിച്ചെടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. സമയമായാൽ നോമ്പ് തുറക്കണം. സമയമായാൽ നോമ്പ് തുറക്കണം. എപ്പോഴാണ് ഇന്ന് മഗ്രിബ് ബാങ്ക്? മഗ്രിബ് ബാങ്കിനൊരു സമയമുണ്ട്. അത് 6:35 ആണെങ്കിൽ 6:35 സമയമായി. അത് സൂര്യൻ അസ്തമിക്കുന്ന സമയമാണ്. സൂര്യൻ അസ്തമിക്കുന്ന സമയമാണത്. അപ്പോൾ അതാണ് ബാങ്ക് കൊടുക്കാനുള്ള, പിന്നെ നോമ്പ് തുറക്കാനുള്ള സമയം. അപ്പോൾ ആ സമയത്ത് നമ്മളെ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കും. ആ സമയത്ത് നമ്മളെ കലണ്ടറിലുള്ള ശരിയായ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ബാങ്ക് കൊടുക്കും. എന്നാൽ ചില ആളുകൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടി 3 മിനിറ്റ് കഴിഞ്ഞിട്ട് ബാങ്ക് കൊടുക്കാൻ കലണ്ടറിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അത് ജൂതൻ്റെ നോമ്പുറക്കലാണ്. റസൂലുള്ള പറഞ്ഞു, നോമ്പിൻ്റെ സമയമായി കഴിഞ്ഞാൽ, നോമ്പ് തുറക്കേണ്ട സമയമായി കഴിഞ്ഞാൽ വൈകിപ്പിക്കുന്ന പണി അത് ജൂതൻ്റേതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ള പറയുകയാണ്, കാന അസ്ഹാബു മുഹമ്മദിൻ, അംർ ഇബ്നു മൈമൂൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അസ്റ അന്നാസി ഇഫ്താറാ, നോമ്പ് തുറക്കാൻ ഏറെ ധൃതി കാണിക്കുന്ന ആളുകളാണ്. സമയമായോ ഉടനെ ധൃതി കാണിക്കും. എന്താണ് കാരണം പറയുന്നുണ്ട്. എന്നിട്ട് ആ സഹാബി പറയുകയാണ്, മഹാനവറുകൾ പറയുന്നു, അബ്തൗഹും സുഹൂറ, സുഹൂർ അത്താഴം കഴിക്കുക എന്നുള്ളത് വൈകിപ്പിക്കുകയും ചെയ്യും. അത്താഴം 2 മണിക്കന്നെ 3 മണിക്കന്നെ കഴിച്ച് കിടക്കല്ല, അത്താഴം അങ്ങേയറ്റം വൈകിപ്പിക്കുന്നു. സഹാബത്ത് പറയുന്നത്, ഞങ്ങൾ അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 50 ആയത്ത് ഓതാനുള്ള സമയം ബാങ്കിൻ്റെ അത്താഴത്തിൻ്റെ അടിയിൽ ഉണ്ടാകുള്ളൂ. അത്താഴം നേരത്തെ കഴിച്ച് കിടക്കുക അത് പറ്റൂല. അത്താഴം കഴിച്ച്, അപ്പോൾ ആ സഹാബത്ത് അത്താഴം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവിടെ ഇസ്തിഗ്ഫാറിലും ഖുർആനോത്തിലാണ് അവരുള്ളത്. പിന്നെ അത്താഴം കഴിച്ചതിന് ശേഷം പിന്നെ 1 മണിക്കൂർ കിടന്നുറങ്ങുക, 1/2 മണിക്കൂർ കിടന്നുറങ്ങുക, എന്നിട്ട് സുബഹിക്ക് പോകുക, അതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ എന്ത് ചോദിക്കുന്നതും തരാൻ തയ്യാറായി റബ്ബ് സുബ്ഹാനഹു വ തആല 1-ാം ആകാശത്തേക്ക് ഇറങ്ങി നിൽക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള സമയമാണ് അത്താഴ സമയം. അപ്പം ഇസ്തിഗ്ഫാർ നടത്താൻ നിസ്കരിക്കണമെന്നില്ല. അള്ളാഹിനോട് ഇസ്തിഗ്ഫാറിന് ചോദിക്കാം, അള്ളാഹുവിനോട് എന്തും ചോദിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്കുള്ള അന്നം ചോദിക്കാം. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ വിശദമായി പറഞ്ഞതാണ്. നമ്മുടെ റിസ്ക് ചോദിക്കാം, നമ്മുടെ മക്കളുടെ കാര്യം, അതേപോലെ നമ്മുടെ ദുനിയാവിൻ്റെ കാര്യം, പരലോകത്തിൻ്റെ കാര്യം എല്ലാം ചോദിക്കാൻ പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല തരാമെന്ന് പറഞ്ഞ സമയമാണ് അത്താഴത്തിൻ്റെ സഹൂറിൻ്റെ സമയം എന്ന് നമ്മൾ മനസ്സിലാക്കുക. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ സാധിക്കും, സലാസും മിൻ അഖ്ലാഖിൽ മുർസലീൻ, 3 കാര്യങ്ങൾ അംബിയ ഔലിയ മുർസലീങ്ങളുടെ അംബിയാക്കന്മാരുടെ ചര്യയാണ്. ഇതാണ് 3 കാര്യങ്ങൾ അംബിയാക്കന്മാരുടെ ചര്യയാണ്. ഒന്നെന്താണ്? തഅജീലുൽ ഇഫ്താർ, സമയമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നോമ്പ് തുറക്കുക എന്നുള്ളത്. സമയമായിട്ടുണ്ടെങ്കിൽ നോമ്പ് തുറക്കുക. ആ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തിട്ടില്ല, അവിടെ നിന്ന് കൊടുക്കട്ടെ, ഇവിടെ നിന്ന് കൊടുക്കട്ടെ, ബാങ്ക് അവസാനിക്കട്ടെ. ബാങ്ക് എന്നുള്ളത് നോമ്പ് തുറക്കാനുള്ളതല്ല, അത് നിസ്കരിക്കാൻ വരാനാ. പിന്നെന്താണ്? നോമ്പ് തുറക്കാൻ സമയമാവുക എന്ന്. എല്ലായിടത്തും ബാങ്ക് കേൾക്കും. നമ്മുടെ മലപ്പുറം ജില്ലയിൽ എല്ലായിടത്തും പള്ളിയുണ്ട്, അതുപോലെ ആണ് എല്ലാ ജില്ലകളിലും എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ രാജ്യത്തും. അല്ല, പിന്നെ സമയം ഉണ്ടാവും. നമ്മുടെ മത്ല അനുസരിച്ച് സൂര്യൻ അസ്തമിക്കുന്ന ഒരു സമയം ഉണ്ടാവും. ആ സമയമാണ് ഇവിടെ കുറിക്കുന്നത്. അപ്പോൾ എത്രയോ നാടുകളിൽ പള്ളികളില്ലാത്ത, ബാങ്കുകൾ കേൾക്കാത്ത സ്ഥലമുണ്ട്. അവരെന്താ ചെയ്യണത്? അപ്പോൾ സമയമാവുക എന്നുള്ളതാണ്. എന്നിട്ട് അവിടുന്ന് ഇവിടുന്ന് എല്ലായിടത്തും കേട്ടിട്ട് ജൂതൻ്റെ നോമ്പുറക്കൽ നോക്കരുത്. റസൂലുള്ള പറഞ്ഞു, മുസ്ലിമിൻ്റെ സ്വഭാവം എന്താ? പെട്ടെന്ന് അമ്പിയാക്കന്മാരുടെ സ്വഭാവമായിട്ട് അവിടെ പഠിപ്പിച്ചത്, അവർ നോമ്പ് പെട്ടെന്ന് തുറക്കും. സുഹൂർ, അതേപോലെ തന്നെ അത്താഴം കഴിക്കൽ വൈകിപ്പിക്കും. സിവാക്ക്, അവർ പല്ല് തേക്കും. പല്ല് തേക്കലിന് ഇസ്ലാമിൽ വല്ലാത്ത പ്രാധാന്യമുണ്ട്. പല്ല് തേക്കുന്ന ആളുകളാണ്, പല്ല് തേക്കലിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് അമ്പിയാക്കന്മാർ എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ വീണ്ടും പറയാണ്, സഹൽ ഇബ്നു സഅദ് സാഇദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ യസാലു നാസു ബിഖൈരിൻ മാ അജ്ജലുൽ ഫിത്ർ, നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്നിടത്തോളം കാലം, അഥവാ സമയമായി കഴിഞ്ഞാൽ, സമയമാകാൻ നോമ്പ് തുറക്കുന്നല്ല,
നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്നിടത്തോളം കാലം മനുഷ്യന്മാർക്ക് അള്ളാഹുവിൻ്റെ ഖൈറുണ്ടായിക്കൊണ്ടേയിരിക്കും, അവർ ഖൈറിലായിരിക്കും. അതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കണം എന്ന് ഈ ഹദീസൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ എന്ത് ചെയ്യണം പ്രിയമുള്ളവർ? നോമ്പ് തുറക്കാനുള്ള സമയം ആകാനും വേണ്ടി ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ട് നമ്മൾ ഇരിക്കണം. വെള്ളത്തിൻ്റെ, ഈത്തപ്പഴത്തിൻ്റെ, അതേപോലെ തന്നെ എന്താണോ നമ്മുടെ അടുത്ത് പലഹാരങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുക്കൽ നമ്മൾ ഇരിക്കണം. ഭാര്യ ഇരിക്കണം, ഭർത്താവ് ഇരിക്കണം, മക്കളിരിക്കണം, എല്ലാവരും ഡൈനിങ് ടേബിളിൻ്റെ മുമ്പിൽ ഇരിക്കണം. എന്തിനാണ് ഇരിക്കണത്? അതിനെ നോമ്പ് തുറക്കാൻ കാത്തിരിക്കലാണ്. എന്നിട്ട് ആ സമയത്തെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രാർത്ഥനയ്ക്ക് നോമ്പ് തുറക്കാൻ സമയമായ അവസാന സമയത്ത് പ്രാർത്ഥിക്കണം. ആ സമയത്തെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട്. പാപ്പയും ഉമ്മയും മക്കളൊക്കെ കൈ ഉയർത്തി പ്രാർത്ഥിക്കണം. ഇതോടുകൂടി നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. എല്ലാവരും വിളിച്ചു വരുത്തണം. ഇന്നിപ്പോൾ എന്താ സംഭവിക്കണത്? 4 മക്കളും 4 റൂമിലാണ്, നമ്മളവിടെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്ക് കൊടുക്കുമ്പോൾ ഞാണ്ട് വരാമെന്ന് ഉമ്മ അടുക്കളയിൽ നിന്ന് വിളിക്കുന്നുണ്ട്, മോൾ അവിടെ, മോൻ ഇവിടെ. ആർക്കും ഒരു ഐക്യമില്ല, ദീനിയായ സംസ്കാരമില്ല. ഈ പറയണ നമ്മളടക്കം നമ്മളെ റൂമിലോ നമ്മളെ തിരക്കിലോ. നേരെ മറിച്ച് എല്ലാവരും ഒരു 5 മിനിറ്റ് മുമ്പ് 10 മിനിറ്റ് മുമ്പ് ആ സമയത്ത് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനയ്ക്ക് ഉത്തരം എന്ന് പറയുന്നത്? ചോദിക്കുന്നൊക്കെ തരുന്ന സമയമാണ്. അപ്പം ആ ഒരു സുന്നത്തെടുക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് പ്രിയമുള്ളവർ. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ എന്ന മറ്റൊരു പ്രാർത്ഥന. എൻ്റെ ദാഹം പോയി, നാടി നരമ്പുകളൊക്കെ നനഞ്ഞു, അത് സംഭവിച്ചിട്ടുണ്ട്. അള്ളാഹ് ഉദ്ദേശിച്ചാൽ കൂലിയുമായി, അത് അള്ളാഹ് ഉദ്ദേശിക്കണം. ഇതൊക്കെ ഇവിടെ സംഭവിച്ചു. എൻ്റെ ദാഹം പോയി, അത് വെള്ളം കുടിച്ച ഒരു തുള്ളി ഒരു സിപ്പ് വെള്ളം കുടിച്ച ഉടനെ ആണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ല, അപ്പം തന്നെ പ്രാർത്ഥിക്കണമെന്നില്ല. നമ്മൾ ശരിക്കും വെള്ളം കുടിച്ചു, ഈത്തപ്പഴം കഴിച്ച് അതിന് ശേഷം പ്രാർത്ഥിച്ചാലും മതി. അപ്പോൾ ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. മറ്റേത് ഈ ഒരു നോമ്പ് നോറ്റ ക്ഷീണത്തിലോ അല്ലെങ്കിൽ നോമ്പ് ബാങ്ക് കൊടുത്ത ബിസ്മി എല്ലാം പോലും മറക്കണം. നമ്മൾ ബിസ്മി ചൊല്ലി ബാങ്ക് കൊടുത്ത ഉടനെ അല്ലെങ്കിൽ സമയമായ ഉടനെ തന്നെ അതിനെ കാത്തു നിന്ന് ആ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, നമ്മൾ കഴിക്കണില്ല, എന്തേ ബാങ്ക് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ കഴിക്കാത്ത. അപ്പോഴേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, എനിക്ക് വേണ്ടി അവൻ്റെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കി, അതുകൊണ്ട് നോമ്പിന് ഞാനാ പ്രതിഫലം കൊടുക്കുന്നത്. എല്ലാ പ്രവർത്തനങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല 1ന് 10 കൊടുക്കുന്നത്. ഹദീസ് അങ്ങനെ പഠിപ്പിക്കണത്. 1ന് 10. പിന്നെ ഓരോരുത്തരുടെയും ഇഖ്ലാസും ഈമാനും അനുസരിച്ച് 700ഉം 70,000 അതിൻ്റെ ഇരട്ടി കൊടുക്കും. അതാണ് എല്ലാ കർമ്മങ്ങളും. പക്ഷെ നോമ്പ് അങ്ങനെയുമല്ല. നോമ്പ് എനിക്കുള്ളതാണ്, അതിന് ഞാൻ ആ കൂലി കൊടുക്കണം എന്നല്ല പറഞ്ഞു. അപ്പോൾ നോമ്പിൻ്റെ കൂലി ഇതിൻ്റെ എത്രയോ മുകളിലാണ്. ഈ നോമ്പിൻ്റെ സുന്നത്തുകൾ അത് പഠിച്ച് മനസ്സിലാക്കി കാത്തു നിന്ന് ധൃതി കാണിച്ച് ചെയ്യണം. നോക്കൂ, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, തസഹർനാ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ ഖാമ ഇല സ്വലാത്തി ഖുൽതു കം ബൈനൽ അദാനി വസ്സുഹരി ഖാല ഖദറു 50 ആയ. സഹാബിയോട് ചോദിക്കുകയാണ്, അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അത്താഴം കഴിച്ചു. അപ്പോൾ എപ്പോഴും ഞങ്ങൾ അത്താഴം കഴിച്ചത്? വളരെ നേരത്താണോ വളരെ വൈകിട്ടാണോ? അതെ, ഞങ്ങൾ അത്താഴം കഴിച്ചു, എന്നാൽ അത് നിങ്ങൾ പറഞ്ഞു തരി എന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ചോദിച്ച സമയത്ത് അദ്ദേഹം പറയാണ്, ഞങ്ങൾ അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ ഒരു 50 ആയത്ത് ഓതാനുള്ള സമയമാണ് പിന്നെ ബാങ്കിൻ്റെയും പിന്നെ അത്താഴത്തിൻ്റെ അടി ഉണ്ടാവുക. കുറച്ച് സമയം ഉണ്ടാവുള്ളൂ നടത്തും. അപ്പോൾ അത്താഴം വൈകിപ്പിക്കുന്നു, നോമ്പ് തുറക്കൽ നേരത്തെയാക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ നോമ്പ് തുറക്കേണ്ടത്? വെള്ളം കൊണ്ടാണോ, ഈത്തപ്പഴം കൊണ്ടാണോ, കാരക്ക കൊണ്ടാണോ? ഏറ്റവും നല്ലത് റസൂലുള്ളാഹിയുടെ ഹദീസിൽ കാണാം, റുത്തുബകൾ കൊണ്ടാണ്, അതോ ഈത്തപ്പഴം കൊണ്ടാണ്. ഈത്തപ്പഴം കിട്ടണില്ലെങ്കിൽ ഉണങ്ങിയത്. ഈത്തപ്പഴം എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു പദമുള്ള സാധനമാണല്ലോ. അഥവാ അതുകൊണ്ടാണ് ഏറ്റവും നല്ലത്, ഏറ്റവും സുന്നത്തായിട്ടുള്ളത് നോമ്പ് തുറക്കാൻ നല്ലത് വെള്ളമല്ല, കാരക്കയുമല്ല, അഥവാ പിന്നെ ഉണങ്ങിയ ഈത്തപ്പഴം എന്ന് പറയുന്ന കാരക്കയുമല്ല. ഏറ്റവും നല്ലത് നമ്മൾ സാധാരണ നമുക്കറിയാം അത് സുന്നത്താണ് അത് എന്ന് മനസ്സിലാക്കി കഴിക്കുക. അതാണ് നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് കഴിക്കാറുള്ളത്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ കാരക്ക ഇങ്ങനെ കീറി മുറിച്ച് വെച്ച് കൊടുത്തിരുന്നു. അത് എവിടെ നിന്നാണ് അത് വന്നതെന്ന് അറിയില്ല. പക്ഷേ ഏതായിരുന്നാലും ഈത്തപ്പഴം അഥവാ കുറച്ച് വെള്ളമുള്ള ആ ഒരു സാധാരണ നമ്മൾ ഈത്തപ്പഴം എന്ന് പറഞ്ഞ സാധനം, ഡ്രൈ അല്ലാത്ത സാധനം, അതാണ് സുന്നത്ത്. അത് കിട്ടിയില്ലെങ്കിൽ കാരക്കയാണ്. അത് കിട്ടിയില്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ
വെള്ളം കൊണ്ട് നോമ്പ് തുറക്കാറുണ്ട് എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാം. അതാണ് പഠിച്ച് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം. നോക്കുന്നു നിങ്ങൾ സഹോദരന്മാരെ, ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ ഇസ്ലാമിൽ ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ കണക്കില്ലാത്ത പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. കണക്കില്ലാത്ത പ്രതിഫലം. സ്വർഗത്തിൽ മുത്തിൻ്റെ കൊട്ടാരമുണ്ടെന്ന് പഠിപ്പിച്ചു. ആർക്കാണത്? ആളുകൾ ഉറങ്ങുന്ന സമയത്ത് എണീറ്റ് നമസ്കരിക്കുന്നവർ, ജനങ്ങളോട് നന്നായി സംസാരിക്കുന്നവർ, ജനങ്ങളെ ഭക്ഷണം കൊടുക്കുന്ന ആൾ, ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പം ആ ഭക്ഷണം പ്രിയമുള്ളവരെ ഒരു നോമ്പുകാരൻ്റെ ഭക്ഷണമായാലോ, ഒരു നോമ്പുകാരൻ്റെ ഭക്ഷണമായാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഫത്തറ സായിമൻ കാന ലഹു മിസ്ലു അജ്രി ഗൈരി അല്ലാ യൻഖുസ മിൻ അജ്രി സായിമി ഷൈആ. ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പ് നോറ്റവൻ്റെ അതേ കൂലി നോമ്പ് തുറപ്പിച്ച ആൾക്കുണ്ട്. നോമ്പ് നോറ്റവനിൽ നിന്നും ഒന്നും ചുരുങ്ങൂല. ഒരു ദിവസത്തെ നോമ്പ് നോറ്റിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസത്തെ നോമ്പ് നോറ്റിട്ടുണ്ടെങ്കിൽ 70 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 70 വർഷത്തെ വഴിദൂരം അദ്ദേഹവും നരകവും വിദൂരമാക്കപ്പെടും. ഒരു നോമ്പ് നോറ്റാൽ 70 വർഷത്തെ വഴിദൂരം അദ്ദേഹവും നരകവും തമ്മിൽ ഗ്യാപ്പ് ഉണ്ടാകും എന്ന് പറയും. അപ്പോൾ ഒരാളെ നോമ്പ് തുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ അതേ കൂലി തുറപ്പിച്ച ആൾക്ക് കിട്ടും. അപ്പോഴാണ് സഹോദരന്മാരെ ഇവിടെ നമ്മുടെ നാടുകളിലൊക്കെ, നമ്മുടെ മഹലിലും, നമ്മളെ ഈ മഹലിലൊക്കെ ഉണ്ട് എന്ത്, നോമ്പ് തുറക്കാനുള്ള റമദാൻ കിറ്റ് എന്ന് പറഞ്ഞ സംവിധാനം. എന്താണത്? ഒരു റമദാനിൽ ഒരു കുടുംബത്തിന്, ഒരു ചെറിയ കുടുംബത്തിനൊക്കെ അതന്നെ മതിയാവും. അഥവാ ഏകദേശം ഒരു റമദാൻ പൂർത്തിയാക്കാൻ അതിൽ 10-20 ദിവസം 15 ദിവസമൊക്കെ ഉപയോഗിക്കാനുള്ള അരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും സാധനങ്ങളും അതേപോലെ തന്നെ നെയ്ച്ചോറിൻ്റെ അരിയും എല്ലാം തയ്യാറാക്കിയിട്ടുള്ള ഒരു നോമ്പ് തുറക്കാൻ പറ്റിയ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാനുള്ളൊരു കിറ്റ് ഇത്ര 1500 റുപ്യ. അതാണ് കൂടുതൽ. നമ്മളൊരു കുടുംബത്തിൻ്റെ കൂടെ ഒരു മന്തി കഴിക്കാൻ ഒരു വാപ്പയും ഒരു ഉമ്മയും 2-3 മക്കള് ഒരു മന്തിക്കടയിൽ കയറി 1500 റുപ്യ ഒരു നേരത്തെ ഭക്ഷണത്തിന്. എന്നിട്ട് നമ്മുടെ നാടുകളിലുള്ള അശരണരായ പാവപ്പെട്ട ആളുകൾക്ക് കൃത്യമായി ആരും അറിയാതെ ഈ 1500 റുപ്യേൻ്റെ കിറ്റ് ഞാനാണോ കൊടുക്കണമെന്ന് അറിയാതെ എൻ്റെ പ്രിയപ്പെട്ട റബ്ബ് മാത്രം അറിഞ്ഞ് എൻ്റെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തി അത് പാവപ്പെട്ടവൻ്റെ ഏതെങ്കിലും കോട്ടേഴ്സുകളിൽ താമസിക്കുന്ന ആളുകളിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ട ആളുകളിലേക്ക്, നമ്മുടെ നാട്ടിൽ താമസിക്കുന്ന വകയില്ലാത്ത ആളുകൾക്ക്, ജോലിയില്ലാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുത്ത് അവർ ഇതുകൊണ്ട് ഒരു 10 ദിവസമോ 15 ദിവസമോ 20 ദിവസമോ നോമ്പ് തുറക്കുന്നതിൻ്റെ കേവലം ഒരു 1500 റുപ്യ കൊടുക്കാൻ പറ്റാത്ത ആൾക്കാർ ആരാ നമ്മുടെ കൂട്ടത്തിലുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്രയാണ് കൂലി എന്ന് മാത്രമല്ല, ഈ നോമ്പ് തുറപ്പിക്കുന്ന സമയത്ത് സാധുക്കളാണെങ്കിൽ അതിൻ്റെ കൂലി വേറെയാണ് എന്ന് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും നല്ല ആളുകൾ നോമ്പ് ഉറപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് ഏറ്റവും നല്ല. കാരണം ഏറ്റവും നല്ല ആളുകൾ സ്വാലിഹ്യങ്ങളായ പെർഫെക്റ്റ് നോമ്പായ ആളുകളാണ്, അതിനനുസരിച്ച് കൂലി കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ, ഒരു ചെറിയ പൈസ കൊണ്ട് നമ്മളൊരു ചെരുപ്പ് വാങ്ങുന്ന, ഒരു ഡ്രസ്സ് വാങ്ങുന്ന പൈസ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അപ്പുറമാണ്. ഒരു 1500 റുപ്യക്ക് നമുക്കൊരു കിറ്റ് വാങ്ങി കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയും. നമ്മൾ എത്ര ആൾക്കാർ കൊടുത്തു? എത്രയാണ് പ്രിയമുള്ളവരെ നമുക്ക് കള്ള തന്നിട്ടില്ല? ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇല്ല എന്ന് പറയുമോ? മൗലി ഇങ്ങൾക്ക് അറിയാത്തോണ്ട് എൻ്റെ അടുത്ത് അത്ര ഒന്നും ഇല്ല ആണോ? അങ്ങനെയാണോ? ഇല്ലാത്ത കൊടുക്കണ്ടെന്ന് നമ്മളെ കണക്ക് എത്രയെന്ന് അള്ളാഹ്ക്ക് അറിയില്ലേ. ഇതുകൊണ്ടൊന്നും നമ്മളെ സമ്പത്ത് ചുരുങ്ങിപ്പോവില്ല. കൊടുത്തോനക്ക് അള്ള ധാരാളമായി കൊടുക്കും. അത് അള്ളാഹിൻ്റെ സുന്നത്ത നടപടിക്രമമാണ്. കൊടുത്തോന് കൊടുക്കും, കൊടുക്കാത്തന് അള്ളാഹു സുബ്ഹാനഹു വ തആല നാശം കൊടുക്കും. അതുകൊണ്ട് ഒരു 1500 റുപ്യ കൊടുത്തിട്ട് കിറ്റിന് കൊടുത്തോളി. എത്രയോ കുടുംബങ്ങൾ എത്രയോ ദിവസം അതുകൊണ്ട് നോമ്പ് തുറക്കും. അവരതുകൊണ്ട് പലഹാരമുണ്ടാക്കും. അതുകൊണ്ട് അവർ ആ ഈത്തപ്പഴത്തിൽ നിന്നും അവർ കഴിക്കും. അതുകൊണ്ട് അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു വലിയ കൊട്ടാരത്തിൽ മുത്തുകളും ഭവ്യങ്ങളും ഒക്കെ തന്നിട്ട് 30 കൊട്ടകളും തന്ന് വാരി നിറച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കാഴ്ചകളും കണ്ട് ഇങ്ങനെ കുറച്ച് കിടന്നുറങ്ങി തിരിച്ചു പോരുന്ന മണ്ടന്മാരാകാൻ പാടില്ല നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാൻ അള്ളാഹുവിൻ്റെ തൃപ്തി അനുസരിച്ച് ജീവിച്ച് കൂലികൾ വാരിക്കൂട്ടി സ്വർഗം കരസ്ഥമാക്കാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണമെന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയും വസിയ്യത്ത് ചെയ്യുന്നു. റമദാനിനെ ഫലപ്രദമാക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് തറാവീഹ് നമസ്കാരം എന്ന് നമുക്കറിയാം. ഒരു ദിവസത്തെ തറാവീഹ് പോലും നമുക്കും നമ്മുടെ കുടുംബത്തിനോ നഷ്ടപ്പെടാൻ പാടില്ല.
അത് നഷ്ടപ്പെടുന്ന രീതിയിൽ ഭക്ഷണം കഴിച്ച് മഗ്‌രിബിന് ശേഷം കണക്കില്ലാതെ ഭക്ഷണം കഴിച്ച് ഇശാ തന്നെ വളരെ പ്രയാസപ്പെട്ട് നിസ്കരിച്ച് എന്നിട്ട് പിന്നെ തറാവീഹ് നമസ്കാരത്തിനാണ് ചെന്ന് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഉറക്കം തൂങ്ങി എത്രയോ സ്ത്രീകൾ അതേപോലെ തന്നെ പുരുഷന്മാർ ഇമാമിൻ്റെ പിന്നിൽ അങ്ങനെ ഒരു യാന്ത്രികമായി നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു ആർക്കോ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഒരു തറാവീഹ് ആകരുത്. റമളാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് തറാവീഹ്. റസൂലുള്ളാഹി പറഞ്ഞു, മൻ ഖാമ റമളാന, ആരെങ്കിലും റമളാനിൽ തറാവീഹ് നിന്ന് നമസ്കരിച്ചു ഈമാനൻ വഹ്തിസാബൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഈമാനൻ വഹ്തിസാബൻ, അങ്ങേയറ്റത്തെ ഈമാനും പ്രതിഫലേച്ഛയും കൊണ്ട് പിന്നെ അതുമായി നിസ്കരിച്ചാൽ അവൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഭക്ഷണം കഴിക്കലൊക്കെ തറാവീഹ് കഴിഞ്ഞ് വന്നിട്ടാക്കുക. നോമ്പൊക്കെ പറഞ്ഞ് കുറച്ച് എന്തെങ്കിലും കഴിക്കുക, എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കൽ നല്ലോണം കഴിക്കണം. നമ്മൾ കഴിക്കണ്ടെന്നല്ലേ ഈ പറയുന്നത്. അത് തറാവീഹ് കഴിഞ്ഞിട്ടായിക്കോട്ടെ. നമ്മൾ ഈ ഇബാദത്തിന് മുടക്കം വരുന്ന ഒരു സംഗതി ഉണ്ടാക്കില്ല. പട്ടിണി എടുക്കണം എന്നല്ലേ ഈ പറഞ്ഞത്. നമ്മളെ ഇബാദത്തിന് നോമ്പിൽ എന്താണ്, റമളാനിൽ എന്താ ചെയ്യണം? റമളാനിൽ ചെയ്യൽ ഈ നിസ്കാരം നോമ്പൊക്കെ തന്നെയാണ്. അപ്പോൾ അതിന് പരിക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാനും പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആൻ്റെ മാസമാണ്. ആ വിശുദ്ധ ഖുർആൻ ധാരാളമായി ഓതി തീർക്കുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ ഈ ഡ്രസ്സ് എടുക്കലും ഷോപ്പിങ്ങൊക്കെ ഈ റമളാനിൻ്റെ മുമ്പ് തന്നെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത്. കൂടുതൽ നല്ലതും കൂടി കിട്ടും. മറ്റൊക്കെ തെരവായിട്ടുണ്ട്. അവസാന പത്തുക്ക് പ്രിയമുള്ളവരെ മാറ്റി വെക്കരുത്. പ്രിയമുള്ളവരെ നമ്മൾ മാറ്റിവെക്കാൻ പാടില്ല. ഇപ്പം തന്നെ പോയി എടുക്കുക. ഇനിയിപ്പോൾ സമയമില്ലെങ്കിൽ ഇനിയിപ്പോൾ തുടക്കത്തിൽ തന്നെ പോയി എടുക്കുക. മറ്റേത് ഈ കണ്ട ടെക്സ്റ്റൈൽസിലും അവസാനത്തെ 10-ൻ്റെ 27-ലും 26-ലും 25-ലും 29-ലൊക്കെ മുസ്ലിം പെണ്ണുങ്ങളെ കൊണ്ട്, അർദ്ധനഗ്നകാരികളായ മുസ്ലിം പെണ്ണുങ്ങളെ കൊണ്ടും ആണുങ്ങളെ കൊണ്ടും ടെക്സ്റ്റൈൽസുകൾ നിറയാണ്. ആളുകൾ പള്ളിയിൽ, മുഅ്മിനീങ്ങളായ ആളുകൾ പള്ളിയിലിരുന്ന് കൂലി വാരി കൂട്ടുന്ന സമയത്ത് നമ്മുടെ കുടുംബം അവിടെയാണ്. എന്നിട്ട് പകലാണ്ട് പോയാൽ ലൂറ് ജമാഅത്ത് പോകുന്നു, ലൂറ് നഷ്ടപ്പെടുന്നു, അസ്ർ നഷ്ടപ്പെടുന്നു, എന്തെല്ലാമാണ്. അതുകൊണ്ടൊക്കെ പ്ലാൻ ചെയ്യുക, ബുദ്ധിപരമായി നീങ്ങാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.